സർക്കാരിന്റെ റാമ്പ് പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കൊച്ചി സിപ്പറ്റുമായി ചേർന്ന് പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ആൻഡ് പ്രൊഡക്ട്സ് എന്ന വിഷയത്തിൽ ടെക്നോളജി ക്ലിനിക് സംഘടിപ്പിച്ചു. മലപ്പുറം മുനിസിപ്പാലിറ്റി ചെയർമാൻ മുജീബ് കാടേരി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ദിനേശ് ആർ അധ്യക്ഷത വഹിച്ചു. മാനേജർ സ്മിത പി സ്വാഗതവും ഉപജില്ലാ വ്യവസായ ഓഫീസർ ഗിരിജ നന്ദിയും പറഞ്ഞു. മാനേജർമാരായ അബ്ദുൽ ലത്തീഫ്, മുജീബ് റഹ്മാൻ എന്നിവർ ആശംസകൾ അറിയിച്ചു. തുടർന്ന് പ്ലാസ്റ്റിക് ഉത്പാദന രംഗത്തെ നൂതന പ്രവണതകൾ, റീസൈക്ലിംഗ് രീതികൾ എന്നിവയിൽ ക്ലാസുകൾ നടത്തി. 80ഓളം ആളുകൾ പങ്കെടുത്തു. വ്യവസായ വകുപ്പിന്റെ നടത്തുന്ന എല്ലാ പരിപാടികളിലും പങ്കെടുക്കാൻ അവസരം ലഭിക്കാറ്. നല്ല രീതിയിൽ നമ്മുടെ വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായിട്ടുള്ള മേഖലകളെ സംരംഭകർക്ക് പരിചയപ്പെടുത്തുന്ന വലിയ ദൗത്യമാണ് ഇവർ നല്ല മാതൃകാപരമായ രീതിയിൽ നിർവഹിച്ചിരിക്കുന്നത്. അതിനുള്ള സന്തോഷം ഞാൻ പങ്കുവെക്കുകയാണ്. ഇത്രയോ ചടങ്ങുകളിൽ വളരെ കണ്ടക്ട്ഫുള്ളായിട്ടുള്ള പ്രോഗ്രാമുകളാണ്. സാധാരണ പലപ്പോഴും ഗവൺമെൻറ് പ്രോഗ്രാമുകളെ കുറിച്ച് ഉണ്ടാകുന്ന ഒരു പബ്ലിക്കായിട്ടുള്ള ഒരു ഒബ്സർവേഷൻ, ഒരു വിമർശനം പ്രോഗ്രാം എന്നുള്ള കടമ്പ കഴിഞ്ഞ് തീർക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഞാൻ വ്യവസായത്തിൻ്റെ ഏത് പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോഴും നമ്മളത് ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള പർട്ടിക്കുലർ സബ്ജക്റ്റിനെ കുറിച്ചാണ് ക്ലാസ് വെക്കാറുള്ളത്. ആ ക്ലാസ്സിനകത്ത് തന്നെ ഏറ്റവും ഓതൻറ്റിക് ആയിട്ടുള്ള ആ മേഖലയിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഫാക്കൽറ്റികളെ കൊണ്ടുവരാനുണ്ട്. ഇന്ന് തന്നെ ഇപ്പോൾ പ്ലാസ്റ്റിക് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് CAPET എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിസോഴ്സ് പേഴ്സൺസ് ഇവിടെ ക്ലാസ് എടുക്കാനിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ നമ്മൾ ഈ വ്യവസായമായിട്ടുള്ള വളർച്ചയോടൊപ്പം നേരിടുന്ന പ്രധാനപ്പെട്ട ഇഷ്യൂസുകളൊന്നും ഇതിൻ്റെ റീസൈക്ലിംഗ് പ്രോസസ്സുമായി ബന്ധപ്പെട്ടാണ്. റീസൈക്ലിംഗ് ഇന്ന് ഈ വേസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സെക്ടർ എന്ന് പറയുന്നത് വലിയൊരു ത്രെട്ടാണ്, സെയിം ടൈം ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. ത്രെട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വളരെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള കേരളം പോലുള്ള സ്റ്റേറ്റിൽ കേരളത്തിൻ്റെ വ്യവസായവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ആളുകളുടെ കൂടുതലായിട്ടുള്ള ഇൻ്റർവെൻഷൻ, ട്രേഡ് യൂണിയനിസം എന്നൊക്കെ പറയുമെങ്കിലും അതിലൊരു പരിധി വരെ അതിന് പ്രധാന കാരണമായി വരുന്നതിൻ്റെ കാരണം നമുക്കറിയാം. നമ്മുടെ തൊട്ടടുത്ത സ്റ്റേറ്റുകൾ തമിഴ്നാട്, കർണാടകയൊക്കെ ഇന്ത്യയിൽ ഏത് ഇൻഡസ്ട്രിയലൈസ്ഡ് സ്റ്റേറ്റ് ആവട്ടെ വളരെ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻറ്റ് ലാൻഡ് അവൈലബിളാണ്. നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് കേരളം ഒരു നഗര സ്വഭാവത്തിലുള്ള സ്റ്റേറ്റാണ്. ഇപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പോയാൽ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറോ 10 മിനിറ്റോ പോലും ജനവാസമില്ലാത്ത ഒരൊറ്റ സ്ഥലം നമുക്ക് കാണാൻ കഴിയില്ല. ഒരു 10 മിനിറ്റ് ജനവാസമില്ലാത്തൊരു സ്ഥലം ട്രിവാൻഡ്രം ടു കാസർഗോഡ് നിങ്ങൾ യാത്ര ചെയ്യുന്നതിനിടയിൽ ഇനി ഏത് റോഡ് വഴി എടുക്കണം, NH ആവട്ടെ, ഇനിയിപ്പം ഏത് ഇതിലേക്കുള്ള MG റോഡ് ഏത് വഴി പോവാണ്. അപ്പം എന്ന് വെച്ചാൽ അത്രയും തിക്കിലി പോപ്പുലേറ്റഡാണ്. ടൗണിൽ മാത്രമല്ല, ഉൾഭാഗങ്ങളിൽ എന്താണ് ആളുകളുടെ വലിയ രീതിയിലുള്ള ജനസാന്ദ്രത കൂടിയിട്ടുണ്ട്. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. Even